ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഈദ് ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ മുസ്ലിം സഹോദരർക്കും എൻ്റെ പ്രത്യേക ആശംസകൾ നേർന്നുകൊള്ളും. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഈ ഒരു ഇൻഡസ് വാലിയുടെ പുതിയൊരു കോംബോ പാക്ക് പരിചയപ്പെടുത്താനാണ്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 3 പാത്രങ്ങളാണ് ഈ ഒരു കോംബോ പാക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 4 അംഗങ്ങളുള്ള ഒരു ഫാമിലിക്ക് വളരെ ഒരുവിധ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ ഒരു 3 പാത്രത്തും കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ഈ ഒരു കടായി ആദ്യം തന്നെയുള്ളത് ഒരു കടായി, അത് ലിഡോട് കൂടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾക്ക് എന്തെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കാനോ കറികൾ ഉണ്ടാക്കാനോ എന്ത് കാര്യത്തിനും ഇത് യൂസ്ഫുള്ളാണ്. ഇതിൽ താഴെ വീണ പൊട്ടാത്ത ഹാൻഡിലുകളൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, മൊത്തത്തിൽ ഒരേ കനത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ 3 ലെയറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഉള്ളിലെ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ള നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ പുറത്തുള്ളത് ഡ്യൂറബിൾ ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ ചൂട് നിലനിർത്താനായിട്ട് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത് അലൂമിനിയം കോറാണ്. അങ്ങനെ 3 ലെയറാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമ്മളുടെ എല്ലാ പാത്രങ്ങളും ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെയാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അടുത്തത് ഇതുപോലുള്ള ഒരു സോസ് പാനാണ്. ഇതും ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. ഇതിന്റെ ഹാൻഡിലും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലുകളാണ്. സാധാരണ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറഞ്ഞ ടൈപ്പുള്ള വില കുറഞ്ഞതൊക്കെ നോക്കി നമ്മൾ തൽക്കാലം എടുക്കും. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതൊന്ന് താഴെ വീണ് പോയാൽ ഇതിന്റെ ഹാൻഡിലൊക്കെ തെറിച്ചു പോകും. അപ്പൊ പിന്നെ നമ്മളുടെ കിച്ചണിൽ തന്നെ ഒരു ഭംഗിയില്ലാത്ത രീതിയിലായിരിക്കുള്ളൂ കൈയില്ലാത്ത പാത്രങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്, അല്ലേ? പക്ഷെ ഇത് നമ്മൾ ഒരു തവണ ഒന്ന് പണം മുടക്കി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ചിന്ത നിങ്ങൾക്ക് മാറ്റാം. അടുത്ത പാത്രം മേടിക്കണമല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ പഴയ പാത്രങ്ങൾ യൂസ് ചെയ്യും. നമ്മളുടെ കോട്ടിംഗ് എല്ലാം പോയ പാത്രങ്ങൾ യൂസ് ചെയ്യും. കോട്ടിംഗ് പോയത് നല്ലതല്ല, നമ്മളുടെ ഹെൽത്തിന് മോശമാണെന്ന് നമുക്ക് അറിയാം. എങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ആ കോട്ടിങ് പോയ പാത്രം തന്നെ യൂസ് ചെയ്യാറുണ്ട്. മിക്ക കിച്ചണുകളിൽ ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു ഹാൻഡിൽ പോയതും അതുപോലെ കോട്ടിങ് പോയതുമായ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഇത് ഒരു പ്രാവശ്യം നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തോരം രൂപ കൊടുത്തിട്ട് ഡ്രസ്സുകളൊക്കെ എടുക്കാറില്ലേ? ഒരു വിവാഹത്തിന് പോകുമ്പോഴത്തേക്ക് ഒരു സാരി ഒരു 5000-6000 രൂപയുടെ ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് പിന്നെ അത് കൊടുക്കില്ല. കാരണം അത് കണ്ടവര് വീണ്ടും അത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ വേറെ വാങ്ങിച്ചു കൊടുക്കും, അത് അവിടെ വേസ്റ്റ് ആയിട്ടിരിക്കും. പക്ഷെ നമ്മളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഇതിങ്ങനെ ചിന്തിക്കാറില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഹെൽത്തിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കിച്ചണിൽ നിന്നാണ് നമ്മുടെ വീടിന്റെ മൊത്തം ആരോഗ്യം ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മുടെ വീട്ടമ്മമാരാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തത് ഈ ഒരു ഫ്രൈ പാൻ ആണ്. ഈ ഫ്രൈ പാനിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള കുറെ കാര്യങ്ങൾ, ചെറിയ കറികളും ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഒരു ഫ്രൈ പാനിൽ ചെയ്യാൻ സാധിക്കും. ഇതും വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഹാൻഡിൽ. അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ ഹാൻഡിലുകളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മളൊരു പാത്രം മേടിക്കുമ്പോൾ ഇതൊക്കെ താഴെ വീണ പൊട്ടി പോകുന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതിന് അങ്ങനെയുള്ള ഒരു കുഴപ്പം വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നെ ഇത് ടോക്സിൻ ഫ്രീ ആണ്. ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാം. ഇത് നമ്മൾക്ക് എത്രയോ അതായത് നമ്മളുടെ കാലം കഴിഞ്ഞാലും ഈ പാത്രങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കും, അടുത്ത ആളുകൾക്കും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസിന്റെ പാത്രങ്ങളെല്ലാം തന്നെ കെമിക്കൽ കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് 100% ഫുഡ് സേഫ് ആണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇതിൽ കുക്ക് ചെയ്യുന്ന ഫുഡ് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഒരുപാട് ഓഫറുകളാണ് ഉള്ളത്. കാരണം ഫെസ്റ്റീവ് സീസൺ ഓഫറുകൾ തീർന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഓഫറുകളും ഗ്ലാഡിസ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ 12% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടും. അപ്പൊ ഞാൻ ലിങ്കുകളെല്ലാം നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ അവരുടെ സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കാം. അങ്ങനെ ഒരു 5:30 മണിയായിട്ടുണ്ട്. ഞാൻ ജനലും വാതിലൊക്കെ തുറന്നൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ജനലും വാതിലൊക്കെ തുറക്കുന്നത് പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഇരുട്ടാണ്. ഇരുട്ടത്ത് ഒരുപാട് കൊതുക് പുറത്തുണ്ടാകും. ആ കൊതുകെല്ലാം കൂടി അകത്തേക്ക് കയറുമെന്നാണ് പപ്പ പറയണത്. പക്ഷേ തുറന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. തുറന്നിടുമ്പോൾ ആ ഒരു തണുത്ത കാറ്റെല്ലാം അകത്തേക്ക് വരൂലേ, അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആ പുറത്തെ കാഴ്ചകളുമൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇരുട്ടായിട്ട് നിൽക്കുമ്പോഴുള്ള ആ ഒരു കാഴ്ച കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതെല്ലാം നമ്മളുടെ ആ ഒരു ദിവസത്തെ വൈകുന്നേരം വരെയുള്ള ആ ഒരു എനർജി ലെവൽ കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നൊരു കാര്യമാണ് രാവിലെ. പക്ഷേ രാവിലെ എഴുന്നേക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാനത് എഴുന്നേക്കണമെന്ന് പറയൂല. എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ എഴുന്നേക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്.
അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർ അതിന് നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ചില ആളുകൾ കമൻസിൽ എഴുതണ കാണാം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നത്തെ മൂടേ പോയി കിട്ടും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ വേണ്ട, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുന്നേക്കാം. എനിക്കിഷ്ടം ഇതാണ്. എനിക്ക് മൂട് പോകുന്നത് താമസിച്ച് എഴുന്നേറ്റല്ല. അപ്പോൾ ഒഴിച്ചപ്പോഴത്തേക്കും അത് ഒരുപാട് അങ്ങോട്ട് നിറഞ്ഞു പോയിട്ടാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ചൊന്നും മാറ്റിയാലേ നമുക്ക് ക്യാപ്പ് വെച്ചിട്ട് അടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് മാറ്റിയിട്ടാണ് അടച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു 3.2 ലിറ്ററിൻ്റെ ഈ ഒരു പൗച്ച് മേടിച്ചത് 500 രൂപക്കാണ്. ആരും ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപക്കാണ് മേടിച്ചത്. 500 രൂപക്കാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. പക്ഷേ വേറെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 650 അങ്ങനെ എന്തോ വിലയുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല വില കൂടുതലാണ് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നല്ല വില കുറവുണ്ടായിരുന്നു. ഞാൻ ജിയോ മാർട്ടിലും നോക്കിയായിരുന്നു. അപ്പോൾ ജിയോ മാർട്ടിനേലും വില കുറവ് ഫ്ലിപ്കാർട്ടിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തത് 3.2 ലിറ്റർ എന്നതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ലാഭമാണ് കേട്ടോ. പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമായി പോകും. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീന് കേട് വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഈ ലിക്വിഡ് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ പൗഡർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ചിലവ് കുറഞ്ഞു വരും. പക്ഷേ നമ്മുടെ മെഷീൻ കേടാകുമ്പോൾ അത് റിപ്പയർ ചെയ്യണ ആ ഒരു പൈസ നമ്മൾ കൊടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഈ ലിക്വിഡ് യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി പൈസ കൂടിയാലും നമ്മുടെ മെഷീൻ കേടാവുമ്പോൾ നന്നാക്കാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ലിക്വിഡാണ് നല്ലത്. എങ്കിലും ചില സമയത്ത് ഞാൻ പൗഡർ ഉപയോഗിക്കും കേട്ടോ. കാരണം വീട്ടിലെല്ലാവരും ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് അലക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ലിക്വിഡ് വേഗം അങ്ങോട്ട് തീരുമ്പോൾ ചില സമയത്ത് ഞാൻ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും ഭൂരിഭാഗം സമയത്ത് നമ്മൾ ലിക്വിഡ് തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇഡ്ഡലി തലേന്ന് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയുടെ മാവ്. അപ്പോൾ അത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഉപ്പിട്ടത്. അപ്പോൾ ഇത് ചെറിയ ഫാമിലിക്ക് പറ്റുന്ന ഇൻഡസ് വാലിയുടെ തന്നെ സ്റ്റീമറാണ്. അപ്പോൾ ഈ സ്റ്റീമറിൽ ഇപ്പോൾ ഇഡ്ഡലി തട്ട് 2 ഇല്ലേ, അതുണ്ട്. പിന്നെ ഇതുപോലെ ഒരു സ്റ്റീം കയറ്റുന്ന ആ ഒരു തട്ട് ഉണ്ട്, ഈ ഹോൾസ് ഉള്ള തട്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മിക്കവാറും പഴം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ബോയിൽ ചെയ്തും കൂടി എടുക്കും കേട്ടോ. കാരണം ഇഡ്ഡലിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ദഹിക്കും, പെട്ടെന്ന് തന്നെ വിശക്കും. എനിക്ക് അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ പഴവും കൂടിയൊക്കെ പുഴുങ്ങിയിട്ട് കൂട്ടത്തിൽ കഴിക്കുമ്പോൾ ഒരു പെട്ടെന്ന് അങ്ങനെ വിശക്കൂല. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ നമുക്ക് 8 എണ്ണമാണ് കിട്ടണത് കേട്ടോ. അപ്പോൾ 4 പേരുള്ള ഫാമിലിയിലൊക്കെ 2 ബാച്ചായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മതിയാകുമെന്ന് തോന്നുന്നു. പിന്നെ ഇതിലും ഈ ഒരു അപ്പമൊക്കെ ഉണ്ടാക്കുന്ന തട്ടുണ്ട്. അപ്പോൾ ഞാൻ പണി വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ആ തട്ടിലേക്ക് തന്നെ ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് വട്ടയപ്പത്തിൻ്റെ ഷേപ്പിലെടുക്കണേന്. പണ്ടുള്ള ആളുകളൊക്കെ എൻ്റെയൊക്കെ വീട്ടിൽ പണ്ട് ഇഡ്ഡലി ഉണ്ടാക്കണ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. നമ്മൾ ചോറിന് പാത്രമില്ലേ സ്റ്റീലിൻ്റെ, ആ പാത്രത്തിൻ്റെ അകത്താർന്ന് ഇഡ്ഡലി ഇതുപോലെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇഡ്ഡലിയുടെ ആ ഒരു ഷേപ്പിലുള്ള പാത്രങ്ങൾ, അതും താഴെ ഹോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒഴിക്കുമ്പോൾ താഴേക്കത് പോവും, ഒഴുകി പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് മീതയിലൊരു തുണിയൊക്കെ ഇട്ടിട്ട് എന്നിട്ടാണ് ഇഡ്ഡലി മാവ് ആ പാത്രത്തിലേക്ക് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീടാണ് ഈ ഹോൾസ് ഒന്നും ഇല്ലാത്ത ഇതുപോലെയൊക്കെയുള്ള തട്ടുകൾ വന്നത് ഇഡ്ഡലിയുടെ. അപ്പോൾ ഈ 2 എണ്ണം മീതയിൽ നമുക്ക് വെക്കാട്ടോ. കാരണം അത് തമ്മിൽ നല്ല ഒരു ക്ലിയറൻസ് ഉണ്ട്, തമ്മിൽ മുട്ടൂല. അപ്പോൾ അത് രണ്ടും വെച്ച് ഇനിയും ഉണ്ട് ഒരു തട്ടിൽ ഉണ്ടാക്കാനായിട്ടുള്ള മാവ് കുറച്ചുകൂടി ഉണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്ത് ഇനിയൊരു ചട്നിയാണ് ഇന്ന് വെക്കണത്. അപ്പോൾ ചട്നി ഞാൻ അരച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ ഉള്ളി പച്ചമുളകും ഇട്ടിട്ട് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് അരക്കണത്. ഉപ്പ് പുളി ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇഡ്ഡലി മാവ് പുളിച്ചല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇഡ്ഡലിക്ക് പുളിപ്പുണ്ടാവും. ആ പുളി മതിയാവും നമ്മുടെ ചട്നിയിൽ. പിന്നെ പ്രത്യേകിച്ച് പുളി ഇടണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പക്ഷേ അപ്പോൾ ഒരുപാട് പുളിയായി പോകും. അപ്പോൾ പുളി ഇടാതെ ഇഡ്ഡലിക്ക് ചട്നി അരക്കണത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതേ സംഭവം കഴിഞ്ഞ് ഇനിയിപ്പോൾ പിള്ളേർക്ക് 2 ആൾക്കും ഞാൻ ഇഡലി ഷേപ്പുള്ളത് തന്നെ കൊടുത്തു. ചിലപ്പോൾ അത് ഇതെന്താ വട്ടയപ്പമാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് മാത്രം ഇഡലി ഷേപ്പുള്ളത് അത് കൊടുത്ത് 3 തട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പം പുഴുങ്ങിയതുപോലെ എടുത്തതിന് ശേഷം ഒരു തട്ടിലും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഞാനും പപ്പയും ഓരോ അപ്പം പുഴുങ്ങിയ പോലത്തെ ആ ഷേപ്പുള്ളത് ഓരോന്ന് ഞങ്ങൾ കഴിച്ചിട്ടാ. പിന്നെ ഇന്നൊരു കോഫിയും കൂടി ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളുടെ പുതിയ സോസ് പാൻ അങ്ങനെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കോഫി പൗഡറും, അതായത് ബ്രൂ കോഫി, ഇൻസ്റ്റൻറ്റ് കോഫിയില്ലേ അതും പഞ്ചസാരയും കൂടി ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാല് നമ്മൾ അതിനകത്തേക്കൊന്ന് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് 2-3 പ്രാവശ്യം അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഫി നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചക്ക് കറി വെക്കാനായിട്ട് മീൻ ഇത്തിരി ഇരിക്കുന്നുണ്ട്. എങ്കിലും തലേദിവസം മീൻ വെച്ചതിൻ്റെ ബാക്കി ഉള്ളത് കൊണ്ട് ഞാനിന്ന് ബീഫ് വെക്കാമെന്ന് വിചാരിച്ചു. ബീഫ് വേവിച്ചത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. ബീഫ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കണം. ഇനി ഇത്തിരി മസാലപ്പൊടികൾ മൂപ്പിച്ച് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി. പിന്നെ ബീഫൊന്നും റിച്ചാർഡ് കഴിക്കൂല, അതുകൊണ്ട് റിച്ചാർഡിന് മുട്ട ഓംലെറ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി ആണെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഇന്ന് കഴിക്കേണ്ട താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഓംലെറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ മുട്ടയൊക്കെ തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പപ്പടം എടുത്ത് അത്യാവശ്യം ഇത്തിരി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുന്നത് വേറെ സാധനങ്ങൾ, ഈ കടയിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് മേടിക്കുന്നത് ഇങ്ങനെ ഈ പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ഞാൻ ഇപ്പോൾ ഓൺലൈൻ മേടിക്കുന്നില്ല, ഇങ്ങനെ മേടിക്കുന്നത്. അപ്പോൾ പപ്പടം എടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ മേടിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പച്ചക്കറി അച്ചിങ്ങ മേടിക്കണം അല്ലെങ്കിൽ ബീൻസ് മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കൊണ്ടുവരും. പക്ഷെ അത് മൂത്തതാണോ ചീത്തയാണോ അന്നൊന്നും നോക്കൂല, പറഞ്ഞ സാധനം കൊണ്ടുവരും. അപ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറയും, കാണുമ്പോൾ നല്ല ഫ്രഷായിട്ടും ഇളയതായിട്ടും തോന്നുന്ന പച്ചക്കറികൾ മേടിക്കുക. അപ്പം അത് നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അല്ലാതെ ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ അത് തന്നെ മേടിക്കുന്നത് ഉണങ്ങിയതാണെങ്കിലും മേടിച്ചുകൊണ്ട് വരുമ്പോൾ അത് വെറുതെ വേസ്റ്റായി പോണേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പപ്പനെ വിടുന്നത്. പപ്പ അങ്ങനെ സ്വന്തം ഇഷ്ടത്താൽ ഒരു സാധനവും മേടിക്കാത്ത ആളാണ്. നമ്മൾ എഴുതി കൊടുക്കണത് മേടിച്ചുകൊണ്ട് വരും. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒന്നും പുള്ളിക്ക് അതറിയില്ല. അപ്പോൾ അങ്ങനെ അച്ചിങ്ങയും കുമ്പളങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടും നല്ലതായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പോകുമ്പോൾ പറയും, കേടാണെന്നുണ്ടെങ്കിൽ എടുക്കല്ലേ, ഞാൻ പറഞ്ഞതുകൊണ്ട് നിർബന്ധമായിട്ടത് കൊണ്ടുവരണമെന്നൊന്നുമില്ല, കേടാണെങ്കിൽ അത് എടുക്കരുത്, പൈസ പോകും നമ്മുടെ. അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നേക്കുന്ന പച്ചക്കറി നല്ലതാണ്. പിന്നെ കുറച്ച് പഴം, അങ്ങനെ പഴമൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തീരുന്നുണ്ട്. റോജർ കഴിക്കും നന്നായിട്ട്, റിച്ചാർഡിനാണ് മടി കഴിക്കാനായിട്ട്. ഇപ്പോൾ റോജർ ഉള്ളതുകൊണ്ട് പഴമൊക്കെ മേടിക്കുമ്പോൾ തന്നെ വേഗം തീരുന്നുണ്ട്. അപ്പം ഞാനിന്ന് വേറെ മസാലകൾ മാത്രം ഒന്ന് മൂപ്പിച്ചാൽ മതി, കാരണം സവാളയൊക്കെ ഇട്ട് വേവിച്ചതല്ലേ. ഇത്തിരി ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് പുതിയ നമ്മുടെ കടായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പിന്നെ റൂബിയുടെ ചിക്കൻ തീർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വന്ന്. ഇനി അത് എടുത്ത് വെക്കാനുള്ളത് ബ്രസ്റ്റ് പീസൊക്കെ എടുത്ത് മാറ്റി ഞാൻ, കാരണം കുട്ടികൾക്ക് എല്ലില്ലാത്ത ആ ഒരു ഭാഗവും റൂബിക്ക് എല്ലുള്ള ഭാഗങ്ങളുമാണ് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ ലെഗും റൂബിക്കുള്ളതാണ്. അപ്പോൾ കുറച്ച് പേര് പറയും ചിക്കൻ ലെഗും എന്ന് ആ ഒരു മാംസം മാത്രം ഇട്ട് ചെത്തിയെടുത്താൽ കൊടുക്കാമല്ലാന്നേ. പക്ഷേ റൂബിക്ക് അത് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അവൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. മറ്റുള്ള ബ്രസ്റ്റ് പീസ് കുട്ടികൾക്ക് കഴിക്കാമല്ലോ, റൂബി എന്തായാലും ഇതല്ലേ കഴിക്കുള്ളൂ, പിന്നെ അവൾ കഴിക്കട്ടെ ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ റൂബിയുടെ ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കി അതിനകത്തേക്ക് ഇട്ട്. എപ്പോഴും നമ്മളിങ്ങനെ സൂപ്പായിട്ടൊക്കെ എടുക്കുമ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് വേണം ചിക്കനൊക്കെ കഴുകിയിട്ടിടാൻ, അല്ലാതെ വെള്ളവും ചിക്കനും കൂടി ഒന്നിച്ച് വെച്ച് തിളപ്പിക്കരുത്. ആ സൂപ്പിനൊക്കെ ഒരു നല്ലൊരു രുചി ആയിരിക്കില്ല വരണത്. കാരണം അതിലെ ചോരയും വെള്ളമൊക്കെ ഇങ്ങനെ പതി ഇങ്ങനെ ഇറങ്ങി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് ആയിക്കോളൂ അത് തിളച്ച് വരണത്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചൂട് കയറിയിട്ട് പിന്നെ അത് വെള്ളമൊന്നും ഒഴുകി വരില്ല ചിക്കൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ റൂബിയുടെ ചിക്കനും വേവിക്കാൻ വെച്ച്, പിന്നെ ഞാൻ ക്യൂക്കമ്പറൊക്കെ ഒന്ന് പീൽ ചെയ്തെടുത്ത്, പിന്നെ അച്ചിങ്ങ ഫ്രഷായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഉണങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇത് റെഡിയാക്കണേ. അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ അച്ചിങ്ങ തിന്നൂല കേട്ടോ, പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും അച്ചിങ്ങയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൻ പോയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓംലെറ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ കളിക്കാൻ വേണ്ടിയിട്ട് പോയേക്കണേന്, വരുമ്പോഴത്തേക്കും താമസിക്കും, സാവധാനം മതി, ധൃതി പിടിച്ചൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം റെഡിയാക്കി വെക്കണേന്. അപ്പോൾ നമ്മളുടെ ഫ്രൈ പാനും നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈ പാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു ഷേപ്പിലുള്ള ഫ്രൈ പാൻ ഇല്ല. ഇത് കുറച്ചിങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്, ചുറ്റും ഉള്ള ആ ഭാഗം വിടർന്നാണ് നിൽക്കുന്നത്, താഴെ ലെവലാണ്. അപ്പോൾ എനിക്കത് ആ ഒരു ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടോ. അപ്പോൾ അതിനകത്തേക്ക് 2 മുട്ട അങ്ങനെ തന്നെ ബീറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. മുട്ട പൊരിക്കുമ്പോൾ എപ്പോഴും ഒന്ന് മൂടി വെച്ചിട്ട്
പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പൊക്കത്തിൽ അത് നന്നായിട്ട് ഒരു കട്ടിയായിട്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പാട പോലെ ആയിപ്പോവും മുട്ട പൊരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇങ്ങനെ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇടുക. ആദ്യം നല്ല തീയിൽ തന്നെ ഒഴിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ, പിന്നെ അത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ മൂടി വെക്കുക. അവിടെ മറിച്ചു ഇട്ടിട്ട് ഒന്ന് എടുത്താൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ റിച്ചാർഡ് വരാൻ വൈകുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ മുട്ട പൊരിച്ച് വെച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫ്രൈ പാനിൽ തന്നെ അച്ചിങ്ങയും കൂടിയിട്ട് ഒന്ന് മെഴുക്ക് പുരട്ടി ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ മെഴുക്ക് പുരട്ടി ഒറിജിനൽ മെഴുക്ക് പുരട്ടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് നശിപ്പിച്ചിട്ട് ആണ് മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ സവാള, വെളുത്തുള്ളി, വേപ്പില ഇത്രയും ഇട്ടിട്ട് ഉപ്പും ചേർത്ത് ഇത്തിരി പച്ചമുളകാണ് ഇടേണ്ടത്. ശരിക്കും ഞാൻ പച്ചമുളക് ഇട്ടില്ല, അതിന് പകരം ഉണക്കമുളക് ഇടിച്ചതാണ് ഇട്ടേക്കണത്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ഈ അച്ചിങ്ങ ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അച്ചിങ്ങയൊന്നും ഒരിക്കലും വെന്ത് പോകരുത്. ഒരു ഹാഫ് കുക്കാവുമ്പോൾ തന്നെ ഓഫ് ചെയ്തിടുക. കാരണം വെന്ത് പോയാൽ അതിൻ്റെയൊക്കെ ഗുണം പോയി കഴിഞ്ഞ് കുറച്ച് ഫൈബറുള്ളതാണ് അച്ചിങ്ങയൊക്കെ. അതുകൊണ്ട് നമ്മൾ നോക്കി പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം. അപ്പോൾ റൂബിയുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂബിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ റൂബിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ അച്ചിങ്ങ നോക്കണത് കേട്ടോ. അപ്പോൾ റൂബിയുടെ ഭക്ഷണവും കഴിഞ്ഞ് അച്ചിങ്ങയും ആയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് പിന്നെ എനിക്ക് ഇതേ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ ഇതിനകത്തേക്ക് ഒരു സൂപ്പും കൂടിയിട്ട് വെക്കണം. കാരണം നമ്മൾ സൂപ്പിൻ്റെ പാക്കറ്റുകൾ മേടിച്ച് വെച്ചിട്ട് ഇവിടെ വെക്കാതെ അങ്ങനെ കുറച്ചധികം ദിവസമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ റിച്ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. ആ സൂപ്പും കൂടി ഉണ്ടാക്കിക്കോ, ഭക്ഷണത്തിന് മുന്നേ സൂപ്പ് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ ആ പാക്കറ്റ് മൊത്തത്തിൽ രണ്ടാൾക്കും കൂടിയിട്ട് എടുത്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പകുതി എടുക്കുള്ളൂ, റിച്ചാന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ 600 ml വെള്ളത്തിലാണ് അത്, കറക്റ്റ് കണക്കതാണ്. അപ്പോൾ ആദ്യം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ പൊടി ഒന്ന് കട്ട ഒന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള എല്ലാ വെള്ളവും നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ, ആദ്യം ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കാൻ കുഴപ്പമില്ല, പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പൊടിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് അതൊക്കെ ഒന്ന് വെന്ത് കുറുകണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ച ചുവ വരും. വെന്ത് കുറുകിയാലാണ് കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആ ക്യൂക്കുംബർ എല്ലാം കട്ട് ചെയ്തിട്ടൊക്കെ അത് വെച്ചിട്ടാ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ചെയ്ത് വെച്ച്. പിന്നെ നമ്മൾ പാത്രങ്ങൾ വെക്കുമ്പോഴേ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ബേണായി പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. അത് ഫ്ലെയിം കൂടുതൽ വെക്കുമ്പോഴാണ് കേട്ടോ അങ്ങനെ ബേണായി പോണത്. സ്റ്റീലിൻ്റെ പാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഫ്ലെയിം കുറവായിരിക്കണം. അപ്പോൾ അതേ പപ്പടമുണ്ട്, തലേദിവസത്തെ മീൻ വറുത്തതുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കിത് എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ കറികൾ കൂട്ടിയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വെച്ചുണ്ടാക്കുന്നത് ഞാൻ തന്നെ അല്ലേ എന്ന് ഓർത്തിട്ട് എനിക്ക് മടിയാകും കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും എനിക്ക് തലേദിവസത്തെ മീൻ വറുത്തതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ കറിയായി. അപ്പോൾ മുട്ട പൊരിച്ചതെടുത്ത്, ഇത്തിരി ബീഫ് കറി എടുത്ത്, ഒരു മീൻ വറുത്തതെടുത്ത്, ഇത്തിരി അച്ചിങ്ങ എടുത്ത്, പപ്പടം എടുത്ത്, അച്ചാറെടുത്ത്, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനപ്പോൾ ഈ പാത്രത്തിൽ ഞാനാണ് കഴിച്ചത് കേട്ടോ. അവർക്കൊന്നും ഈ പാത്രത്തിൽ കഴിക്കണത് ഒട്ടും ഇഷ്ടമല്ല. അവർക്ക് ഇത്തിരി വലിയ പാത്രത്തിൽ വിശാലമായിട്ട് കഴിക്കണത് തന്നെയാണ് ഇഷ്ടം. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. എങ്കിലും ഇങ്ങനെ ഈ ഒരു താലിമിൽ കഴിക്കണ പോലെ ഇങ്ങനെ പ്ലേറ്റിൽ കഴിക്കണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളുടെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ്. എനിക്കും റയനും ചോറും കറിയും ഒപ്പം കഴിച്ചു തീർക്കുന്ന ഒരു ശീലമാണ്. പപ്പക്കും റോജറിനും കറി ഏറ്റവും അവസാനം കുറച്ചവർ ബാക്കി വെക്കും, അത് മാത്രമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും അവസാനം അവർ കറി കഴിച്ചാണ് ഭക്ഷണം നിർത്തേണ്ടത്. പക്ഷേ റിച്ചാർഡ് നേരെ തിരിച്ചാണ്. ആദ്യം അവൻ കറി കഴിച്ച് തീർക്കും, എന്നിട്ടാണ് ചോറ് കഴിക്കണത്. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ കറിയില്ലാതെ പച്ച ചോറ് കഴിക്കണമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറി ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ ആ കറി കഴിക്കും. എന്നിട്ട് പറയും എനിക്കിങ്ങനെ കറി ഇട്ട് തരല്ലേ, എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോഴാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അവന് ചോറ് പച്ചയിട്ട് ഏറ്റവും അവസാനം കഴിച്ച് തീർക്കണതാണ് ഇഷ്ടം. അപ്പം ഞാൻ ഈ ഒരു സ്റ്റാൻഡ് ട്രൈപോഡ് ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. കാരണം എനിക്ക് കുക്കിങ്ങിൻ്റെയൊക്കെ ഇത് കാണിക്കാനായിട്ടുള്ള
ഞാൻ മറ്റേ സെൽഫി സ്റ്റിക്കില്ല ആ ഇത് വെച്ചിട്ടായിരുന്നു നമ്മളുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. അത് ഇത്തിരി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രൈപോഡുകൾ ഇങ്ങനെ മേടിച്ച് ചിലത് പൊട്ടും മാറ്റും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ നമുക്ക് വീട്ടിൽ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണാനായിട്ട് ഫോണൊക്കെ വെറുതെ ഇതിൽ വെച്ചിട്ട് നമ്മളുടെ ഹൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെച്ച് ബെഡിലൊക്കെ ഇരുന്നിട്ടൊക്കെ കാണാനും നല്ലതാണ്. പക്ഷെ എനിക്ക് വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ നല്ല കട്ടിയൊക്കെ ഉണ്ട്, മറിഞ്ഞൊന്നും വീഴില്ല. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അത് 250 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ യൂട്യൂബേഴ്സിന് ആണെന്നല്ല, സാധാരണ ആളുകൾക്കും ഈ ഫോൺ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഹാൻഡ്സ് ഫ്രീ ആയിട്ട് കാണാനായിട്ട് യൂസ് ചെയ്യാം കിടക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ അത് വന്ന് അതൊന്ന് സെറ്റ് ചെയ്ത് എടുത്ത് അത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിൻ്റെ ജിം ഡ്രസ്സല്ലേ ഇതൊക്കെ? ജിമ്മൊക്കെ പൂട്ടി. ഇത് ബ്ലാക്കിന് കംപ്ലീറ്റ് പൂടേ കുപ്പ. നീ എന്താണ് ഈ ചൂട് സമയത്ത് കറുപ്പൊക്കെ എടുത്തിരുന്നു വെച്ചേ? അച്ചടാ അവിടെ പുത്തേ. അയ്യോ വേണ്ടട്ടാ കൊച്ച്, പുറവന്തല്ലേ വീണു പോകട്ടോ കുഞ്ഞി വീണു. രസമുണ്ടോ കാണാൻ? കുത്തി അറിയൂലടാ കൊച്ച്. കൊച്ചുകുത്തി അറിയോ? കൊച്ചു മണുക്കണേണ് വൃത്തിയായിട്ട്. കാല് പിടിച്ചേക്കണ കൊച്ചു കേട്ടന്ന്. സമ്മർ സോൾട്ടൊക്കെയാണ് കൊച്ചിൻ്റെ രീതിയിലുള്ള. 3 അച്ഛന്മാരിരിക്കുക. എന്താണ് കൊച്ചിന്റെ പുതിയ വിശേഷം? നല്ല വിശേഷം. അല്ല കുഞ്ഞു പോ. മൂപ്പിക്കണ്ടില്ല എന്തിനാ? അങ്ങനെ റിച്ചാർഡും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ചായ ഇട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.